ഹായ് ഓൾ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഈ ഒരു 3 ഇയർ വിസ എന്തുകൊണ്ട് വളരെ അധികം എക്സ്റ്റെൻഡ് ആയി പോകുന്നു എന്നുള്ളത്. അതിന് കാരണക്കാരനായിട്ടുള്ള ചില ആൾക്കാർ ഈ നമ്മുടെ 3 ഇയർ വിസന്റെ പിന്നിൽ ഉണ്ട്. കാരണം വെച്ചാൽ ഒരു നേരത്തെയൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് നോർമലായിട്ട് നമ്മുടെ 3 ഇയർ വിസ നടന്നുകൊണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, സാഹചര്യങ്ങൾ മാറി. ഒരുപാട് ഇതിന്റെ പിന്നിൽ കളിക്കുന്ന ഒരുപാട് ഇതിൽ ഉള്ള കുറച്ച് വലിയ പക്ക ഫ്രോഡുകളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ വിസ, കാരണം നമ്മൾ ഡയറക്റ്റ് മുട്ടുമ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ സ്പീഡായി നടക്കുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മുടെ 3 ഇയർ വിസ പെട്ടെന്ന് നടക്കേണ്ടതാണ്. പക്ഷെ ഇതിന്റെ ബാക്കിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിസ ഇങ്ങനെ നീണ്ടു പോകുന്നത്. അപ്പം ചില ആൾക്കാരുണ്ട് ഇതിൽ, ചില മലയാളികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പം അവരൊക്കെയാണ് ഇതിൽ ഒരു ചെറിയ ഇൻവോൾവ്മെന്റ് ചെയ്തിട്ടാണ് ഈ വിസ ഇങ്ങനെ നീണ്ടു പോകാനുള്ള കാരണം. അതൊക്കെ ആരൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. പക്ഷെ അത് ഇയാളൊന്നുമല്ല, ഈ വരുന്ന വ്യക്തികളൊന്നുമല്ല. പക്ഷെ അതിൽ കയറിയിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മലയാളികളുണ്ട്. ഈ ഒരു വിസയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിസയിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന മലയാളികളുണ്ട്. അതൊക്കെ ആരൊക്കെയാണെന്നുള്ളത് അതൊക്കെയാണ് അത് കാരണമാണ് നമ്മുടെ ഈ വിസ ഇങ്ങനെ ഒരു നീണ്ടു പോകാനുള്ള കാരണം കൂടുതലും. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു മലയാളിനെയൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെ നിങ്ങൾ അറിയണം, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നത്, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ അറിയണം. അതിനെ ആ വ്യക്തിനെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്തായാലും അവതരിപ്പിക്കും. കാരണം അദ്ദേഹം ഇത്രയും പക്ക ഫ്രോഡ് കളിക്കുകയാണ് പല ആൾക്കാരുമായിട്ട്. അപ്പം ഓരോ നിമിഷം ഓരോ രീതിയിലുള്ള പെരുമാറ്റമാണ് ഓരോ ആൾക്കാരും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും അംഗീകരിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഹായ്. ഇന്നിപ്പോ നമ്മുടെ നാട്ടില് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന 3 ഇയർ വിസ 3 വർഷത്തെ വർക്ക് പെർമിറ്റ്. അപ്പൊ ഇത് സാധാരണ റഷ്യൻ ഫെഡറേഷനാണ് അപ്രൂവ് ആയി കൊടുക്കുന്നത്. അപ്പൊ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പല രീതിയിലും ഉഡായിപ്പ് കളിക്കുന്ന റഷ്യയിൽ തന്നെയുള്ള ഒരു വമ്പൻ പക്ക ഫ്രോഡ് ഇവിടെ നമ്മുടെ റഷ്യയിലുണ്ട്. അപ്പൊ അത് ആരാണെന്നുള്ളത് ഞാൻ എന്തായാലും നിങ്ങളുടെ മുമ്പിൽ ഉറപ്പായി കൊണ്ടുവരും വൈകാതെ തന്നെ. അത് ആരാണെന്നുള്ളത്, ഇതിന്റെ പിന്നിൽ ഇത് തടസ്സപ്പെടുത്തുന്ന ചില വ്യക്തികളുണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ഈ ഒരു വിസ നീണ്ടുപോകുന്നത്. പക്ഷെ അത് ആരാണെന്നുള്ളത് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ റിവീൽ ചെയ്യുന്നില്ല. അത് ആരാണെന്നുള്ളത് വൈകാതെ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പം ഈ 3 ഇയർ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യൻ ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് ഈ വിസ കുറച്ച് ലാഗിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് സ്വാഭാവികമായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വിസ ചെറിയ ലാഗിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന കാരണം തന്നെയാണ്. പിന്നെ അതുകൂടാതെ ഈ വ്യക്തി വിചാരിച്ചാലൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല. ഈ ചില മലയാളികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കാരണം വർഷങ്ങളായിട്ട് റഷ്യയിൽ വന്നിട്ട് ഇവിടെ സെറ്റിൽ ആയിട്ടുള്ള ആളാണ്. പക്ഷെ അയാളെ ഇതിൽ ഇൻവോൾവ്മെന്റ് എന്ന് വെച്ചാൽ ഇയാൾ ഈ വിസന്റെ ഒരു സബ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. പക്ഷെ ഇയാളൊന്നുമല്ല ഈ വിസ ചെയ്യുന്നത്, റഷ്യൻ ഫെഡറേഷനാണ് വിസ അപ്രൂവ് ആക്കുന്നത്. ഒരു സബ് ഏജന്റ് ആയിട്ട് എന്നുള്ള രീതിയിൽ അയാൾ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ അയാളുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഇപ്പം ഈ വ്യക്തി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലും പല ആൾക്കാരുടെയും വിസ എക്സ്റ്റെൻഡ് ചെയ്ത് നീണ്ടു വലിച്ചു കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇയാളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് നിങ്ങളുടെ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. പക്ഷെ അത് വലിയൊരു വിഷയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ്, അല്ലാതെ ഞാനൊന്നുമല്ല ഇതിൽ ഇൻവോൾവ്മെന്റ്. ഇതൊരു സബ് ഏജന്റ് വഴി വരുന്ന വിസയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും പല പ്രോബ്ലംസും അദ്ദേഹം അതിൽ സൃഷ്ടിക്കുന്നത് കാരണമാണ് ഈ വിസ ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനുള്ള കാരണം. അപ്പം നമുക്ക് ഈ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് നമുക്ക് ഈ 3 ഇയർ വിസ? എന്നാലും നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട, എല്ലാവർക്കും വിസ തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും വിസ അടിച്ചു കിട്ടും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും ഒരു മോശം സാഹചര്യമാണ്. പലർക്കും വിസ കിട്ടാനായിട്ട് കുറച്ചു എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. കാരണം ഇപ്പം 6, 8, 9 മാസമായിട്ട് തന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോഴും വിസ അടിച്ചു കിട്ടാത്ത ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും വിസ അടിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറേ പേർക്കും ഇപ്പോഴും വിസ അടിച്ച് കിട്ടാത്ത പല പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു വിസ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞത് ഒരു മലയാളിയോ ഒന്നും ഒരിക്കലും വിസ ചെയ്യാൻ പറ്റില്ല. ഇവിടെയുള്ള ഒരു ഏജന്റുമാർക്കും വിസ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഇതിന്റെ മുകളിലുള്ള റഷ്യക്കാർക്ക് മാത്രമേ ഈ 3 ഇയർ വിസയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു മലയാളി വിചാരിച്ചാലൊന്നും ഒരു 3 ഇയർ വിസയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റത്തില്ല. പല ആൾക്കാരും നിങ്ങളടുത്ത് കള്ള പ്രചരണങ്ങൾ പ്രചരിപ്പിക്കും, എനിക്കത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ അവനൊക്കെ അതിന്റെ സബ് ഏജന്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. കാരണം ഇവന്റെ മുകളിൽ ഒരുപാട് പേരുണ്ട്. അവരൊക്കെയാണ് ഈ വിസന്റെ കാര്യങ്ങൾ. ഒരു വ്യക്തി വിചാരിച്ചാലൊന്നും, ഒരു മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി വിചാരിച്ചാലും, ഇവന് ഇവിടെ പാസ്പോർട്ടിലുള്ള ഒരാൾ വിചാരിച്ചാൽ പോലും ഇവിടെ ഒരു വിസ ചെയ്യാൻ പറ്റില്ല. അത് റഷ്യൻ ഫെഡറേഷനാണ് അപ്രൂവ് ആക്കി തരേണ്ടത്. അദ്ദേഹം അതിന്റെ ഒരു സബ് ഏജന്റ് ആയിട്ട് അദ്ദേഹത്തിന് നല്ലൊരു എമൗണ്ട് വരുമാനം കിട്ടുന്നത്, ഒരു ഇൻകം വലിയ മോശമില്ലാത്തൊരു എമൗണ്ട് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടാവും. പക്ഷെ അതുപോലെ തന്നെ ഈ
ഈ എമൗണ്ട് പല രീതിയിലും പല ഏജന്റുമാരും ഈ റഷ്യയിലുള്ള ആളുകൾക്ക്, അതായത് റഷ്യൻ അതോറിറ്റി ഓഫീസർക്കും ഇതിൽ നിന്നുള്ള എമൗണ്ടുകൾ കിട്ടിയിട്ടാണ്, വലിയൊരു എമൗണ്ട് കിട്ടിയിട്ടാണ്. വലിയൊന്ന് പറഞ്ഞാൽ ഇതിലിപ്പം റഷ്യൻ വിസ, ഈ 3 ഇയർ വിസ ഏറ്റവും ചീപ്പ് റേറ്റ് ആണ്. ഒരു 3 ലക്ഷം, ഒരു 4 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചീപ്പ് റേറ്റ് ആണ്. കാരണം 3 കൊല്ലത്തേക്കാണ് അടിച്ചു കിട്ടുന്നത്. അത് നല്ലൊരു, പക്ഷേ ഇതിൽ ഒരുപാട് ഇടനിലക്കാരുണ്ട്. ഇടനിലക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റഷ്യയിൽ തന്നെ റഷ്യക്കാരുണ്ട്, അതോറിറ്റി ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഒരു മലയാളികളുണ്ട്. മലയാളികൾ ഇപ്പം ഒരുപാട് മലയാളികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ, പക്ഷെ അതിൻ്റെ റിസ്ക് എടുക്കുന്നത് കാരണം എല്ലാവർക്കും കിട്ടും. അല്ലാതെ ഒരു മലയാളി വിചാരിച്ചാലൊന്നും ഒരു വിസയൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഞാൻ വിചാരിച്ചാലൊന്നും ഒരിക്കലും ഒരു വിസ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള മലയാളി വിചാരിച്ചാലും അയാൾ വിചാരിച്ചാലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആര് വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതാണ് എല്ലാം ചെയ്യുന്നത്, ഞാനാണ് ഇതിൻ്റെ വലിയൊരു എല്ലാം ചെയ്യുന്ന ഒരാൾ എന്നുള്ള ഒരു മനോഭാവം അത് ചില ആളുകൾക്കുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഇവരൊന്നും അല്ല, പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരുപാട് റഷ്യൻ ആളുകളുണ്ട്. അത് ആരൊക്കെയാന്നുള്ളത്, ഈ മലയാളി ആരൊക്കെയാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ആരൊക്കെയാണ് ഈ മലയാളികൾ ഇതിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മലയാളി ആരൊക്കെയാന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും. എന്തായാലും ആരൊക്കെയാന്നുള്ളത് കറക്റ്റായിട്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇത് ഒരു തട്ടിപ്പും ഈ മറ്റ് നോർമലായിട്ട് ചെയ്യുന്ന റഷ്യക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ചില മലയാളികളുണ്ട് ഇവിടെ. ആ മലയാളികൾ ഉള്ളത് കാരണമാണ് ചില ആളുകൾക്ക് വിസ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ലാഗിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം അല്ലാതെ നമ്മൾ വിചാരിച്ചാലൊന്നും ഈ വിസ അടിച്ചു കിട്ടാനോ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അല്ലാതെ ഇതിന്റെ പിന്നിൽ കളിക്കുന്ന ഏജന്റ് ഈ മലയാളിയായിട്ടുള്ള ആൾ വിചാരിച്ചാലൊന്നും ഒരിക്കലും ഈ വിസ അടിച്ചു കിട്ടാനോ ഒന്നും പോകുന്നില്ല. ചില ആളുകൾ നമ്മളെ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ചില ആളുകൾ അത് മുതലെടുക്കുന്നുണ്ട്. അതാണ് പല പ്രശ്നങ്ങൾ. ആരെന്നുള്ളത് ഈ വീഡിയോ ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കാണിക്കുന്നില്ല. അത് സാഹചര്യം വരുമ്പോഴും ഞാൻ നിങ്ങൾക്കത് ആരൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഞാനത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന ചില പക്ക ഫ്രോഡുകളായിട്ടുള്ള മലയാളികളും ഉഡായിപ്പ് മലയാളികൾ, ഒരു 2 കാല് ഇവിടെയും അവിടെയും ചവിട്ടുന്ന മലയാളികളുണ്ട് ഇതിന്റെ പിന്നിൽ കളിക്കുന്നത്. അപ്പോൾ അവനൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും എന്തായാലും. കാരണം വെച്ചാൽ ഇവൻ ഇത്രയും പക്ക ഫ്രോഡ് കളിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് നിങ്ങളും കൂടി മനസ്സിലാക്കണം ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, വിസന്റെ കാര്യത്തിൽ നിങ്ങളാരും ടെൻഷൻ അടിക്കണം. എല്ലാവർക്കും വിസ അടിച്ച് കിട്ടും. വിസ അടിച്ച് കിട്ടാതിരിക്കുവാണെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം എന്തായാലും വരത്തില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അപ്പം കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ തന്നതിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ വിസ അടിച്ച് കിട്ടാത്തുള്ളൂ. ബാക്കി എല്ലാവർക്കും വിസ അടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ചുരുക്കം പേർക്കും അതിന് കിട്ടാത്തുള്ളൂ. പക്ഷേ ഇത് ഇത്രയും ലാഗ് ആക്കിയതിലുള്ള ചില മലയാളിയുണ്ട്. ഈ മലയാളികളെയൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. പക്ഷെ അവനൊക്കെ വമ്പൻ അവനൊക്കെ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് എല്ലാം ചെയ്യുന്നത്, എന്നെ കൊണ്ട് എല്ലാം പറ്റും, ഞാനാണ് വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് അവൻ പറയുന്നത്. പക്ഷെ അവനൊന്നുമല്ല. അവൻ്റെ മുകളിലും ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൻ്റെ മുകളിൽ കളിക്കുന്ന ഒരുപാട് റഷ്യക്കാരുണ്ട്. റഷ്യൻ ഫെഡറേഷനാണ് വിസ നിങ്ങൾക്ക്. അല്ലാതെ ഇവൻ വിചാരിച്ചാലൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവൻ ജസ്റ്റ് ഒരു സബ് ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ചെറിയൊരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുമായിട്ട് ഒരുപാട് നമുക്ക് വിസ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം 1 ഇയർ വിസയൊക്കെ ഉണ്ട്. 1 ഇയർ വിസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചിട്ടാണ് വിസ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ലീഗലായിട്ടുള്ള വിസയും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെ ലീഗൽ വിസ തന്നെയാണ്. പക്ഷെ പല ആൾക്കാരും ഇപ്പം നമുക്കൊരു 3 ഇയർ വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺട്രാക്ട് ചേഞ്ച് ചെയ്ത് ഗവൂർ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേറൊരു കമ്പനിയിലേക്ക് കയറി വർക്ക് ചെയ്യാം. അവരാണ് പിന്നെ നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ നോക്കുക. അപ്പം ഇങ്ങനെയുള്ള പല കാര്യം വിസ ലാഗിങ് ആയിട്ട് ബന്ധപ്പെട്ട ചില മലയാളികൾ കളിക്കുന്ന ചില എന്താ പറയുക ഉടായ്പകളെ കാരണമൊക്കെയാണ് കയറി ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കളിക്കുന്ന ഇതാണ് വിസ ലാഗിങ് ഇങ്ങനെ നീണ്ടു പോകാനുള്ള കാരണം. അപ്പോൾ അത് ഞാൻ വൈകാതെ ആരൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.